കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. സങ്കീർത്തനങ്ങൾ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ 3 കാര്യങ്ങളിൽ നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത് എന്നീ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. വളരെ ചുരുക്കമായി നമുക്ക് ആ 3 കാര്യങ്ങളെ ശ്രദ്ധിക്കാം. ഒന്നാമതായി, നടക്കരുത്. ഏത് മാർഗത്തിൽ നടക്കരുത് എന്നാണ് പറയുന്നത്? ദുഷ്ടന്മാർ പറഞ്ഞിരുന്ന മാർഗത്തിൽ. കാരണം എന്തെന്നാൽ, ദുഷ്ടത പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന് മാർക്ക് നല്ലത് വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അവർ ആദ്യം പറഞ്ഞിരുന്ന മാർഗം നമുക്ക് വളരെ നന്നായിട്ട് തോന്നും. പക്ഷെ മുൻപോട്ട് പോകുമ്പോൾ അപകടം തിരിച്ചറിയും. പിന്നെ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആലോചനകൾക്ക് നാം ചെവി കൊടുക്കരുത്. രണ്ടാമതായി, നിൽക്കരുത്. പാപപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ഈ ലോകത്തിലെ സ്ഥാനവും മാനവും ചുറ്റുപാടും ചിലപ്പോൾ നല്ലതായിരിക്കാം. നാം അത് കണ്ട് നല്ലതെന്ന് ചിന്തിച്ചുകൊണ്ട് ആ വഴിയിൽ ചെന്ന് പോകരുത്. അവരുമായി കൂട്ടുകെട്ട് വയ്ക്കുകയും അരുത്. അങ്ങനെ ചെയ്താൽ ദൈവകൃപ നമ്മെ വിട്ടു പോകും. പിന്നെ അവർക്ക് നാശം വരുമ്പോൾ അവരുടെ വഴിയിൽ നിൽക്കുന്ന എല്ലാവരും ആ നാശത്തിൽ അകപ്പെടും. മൂന്നാമതായി, ഇരിക്കരുത്. സ്വന്തം കഴിവുകളിൽ അഹങ്കരിച്ച് മറ്റുള്ളവരെ പരിഹസിക്കുന്നവർ അനേകം നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ നാം അനുകരിക്കരുത്. കാരണം എന്തെന്നാൽ, ദൈവം അഹങ്കാരികളെ വെറുക്കുന്നു. ഒരു നാൾ അവരവരുടെ സ്ഥാനത്ത് നിന്ന് വീഴുകയും സ്വയപരിഹാസപാത്രമായി മാറുകയും ചെയ്യും. പ്രിയമുള്ളവരെ, സങ്കീർത്തനങ്ങൾ 1-ാം വാക്യം പറയുന്ന പോലെ, ഞാൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കില്ല, പാപികളുടെ വഴിയിൽ നിൽക്കില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കില്ല എന്നുള്ള തീരുമാനം എടുക്കുക. നമ്മുടെ നടപ്പും നിൽപ്പും ഇരിപ്പും ദൈവ ഇഷ്ടപ്രകാരമായിക്കൊള്ളട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.